ദൈവനാമത്തിന് ഇവാഞ്ചലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 143 എപ്പിസോഡിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹപ്രദമായി തുടരുവാൻ സുഖത്തിലെ ദൈവം അനുവദിച്ചു. ഇന്ന് നമ്മളെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയ മകൾ അബിയ ഓയൂർ അവരുകളാണ്. മനോഹരമായ ഗാനങ്ങൾ പ്രിയ മകൾ കൂടെ കേൾക്കുവാൻ കഴിയുന്നതാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയമകളെ, കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഗാനങ്ങൾ ആലപിപ്പാൻ എത്തിയിട്ടുള്ളത് ഡൽഹിയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള സഹോദരൻ ബിനു ബാബു അവരുകളാണ്. പ്രിയപ്പെട്ടിരുന്ന മനോഹരമായ ഗാനം കേൾക്കാൻ കഴിയുന്നതാണ്. പ്രിയ സഹോദരനെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് എല്ലാ ആഴ്ചയിലും പോലെ തന്നെ ഞങ്ങളുടെ പ്രിയമകൻ സുജിത് സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയമകനെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് നരേഷനും ലഘു സന്ദേശം അറിയിപ്പാനായി എത്തിയിട്ടുള്ളത് സുവിശേഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജെയിംസ് ജെ സൗത്ത് കടമനാട് അവരുകളാണ്. പ്രിയ കർത്തൃദാസനെയും കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദരൻ അജൂബ്, സഹോദരൻ ബെനറ്റ് ജോൺ, അവരുടെ അബിയ മകളുടെ സഹോദരി, ഈ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസ്ഥാനത്തിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹകരമായി തീരുവാൻ തൊക്കണം ഇടയാകേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ സമർപ്പണം കൊടുത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാര ശക്തി ഇന്നത്തെ ശുശ്രൂഷയിൽ വെളിപ്പെടുത്തി കാണാൻ കഴിയും. പ്രാർത്ഥനയോടെ നമുക്ക് പങ്കെടുക്കാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ജെയിംസ് ജെ അവർ മുന്നോട്ട് നിന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്നു. അദ്ദേഹം തുടർന്നുള്ള ശുശ്രൂഷയിൽ നിയന്ത്രിക്കുന്നതായിരിക്കുന്നു. ദൈവത്തിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ ദിവസത്തിൻ്റെ സന്ധ്യായാമത്തിനായ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. യുവൻഗലിയോൻ മ്യൂസിക് മിനിസ്റ്ററുടേതായിരിക്കുന്ന ഈ ശുശ്രൂഷ 143 കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചതുകൊണ്ട് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അപ്പം അതുപോലെ ഇന്നും ഈ ശുശ്രൂഷ ഇവിടെ തുടരുവാൻ കർത്താവ് അനുവദിച്ചു. അതിനനുകൂലമാകുന്ന എല്ലാ സാഹചര്യങ്ങളും കർത്താവ് ഒരുക്കി തന്നോർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവെ, ഗാനം ആലപിപ്പാനായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. മക്കളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ, സഹായിക്കുമാറാകണമേ. ഉപകരണങ്ങൾ നന്നായി ഉപയോഗിക്കുവാൻ പ്രിയ സൗകര്യം കർത്താവ് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ലൈവായി ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കർത്താവ് ശുശ്രൂഷ നിർവഹിക്കുന്ന നിന്റെ മകനായി പ്രാർത്ഥിക്കുന്നു. ആവശ്യമാകുന്ന കൃപ അവിടുന്ന് പകരുമാറാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അടുത്തും അകലെയുമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷ കേട്ട് അനുഗ്രഹം പ്രാപിക്കുകയും ഞങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഈ ശുശ്രൂഷ അവിടുത്തെ നാമത്തിന് മഹത്വത്തിനായി തീരുവാൻ, കേൾക്കുന്നവർക്ക് ആത്മീയ സന്തോഷത്തിന് കാരണമായി തീരുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് മുതൽക്കൂട്ടായി തീരുവാനും, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും, ആത്മീയ സന്തോഷം അനുഭവിക്കാനും കർത്താവ് സഹായിക്കുമാറാകണമേ. കർത്താവേ, ആദ്യം അവൻ നിയന്ത്രിക്കും, ഭരിക്കും, ബഹുമാനം പുകഴ്ച അവിടുന്ന് മാത്രം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിനയമായി പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യുവൻഗലിയോൻ മ്യൂസിക് മിനിസ്ട്രിയുടേതായിരിക്കുന്ന 143 ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനം അനുഭവിക്കാനായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭമായി വന്ന വഴികൾ ഒന്ന് ഓർത്തിടുകിൽ എന്നുള്ളതായിരിക്കുന്ന അതിമനോഹരമാകുന്ന ഗാനം അബിയ എസ് രാജ് നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യജീവിതത്തിൽ പലപ്പോഴും നാം എത്തിച്ചേർന്നിരിക്കുന്നതാകുന്ന ഇന്ന് എന്നുള്ളതായിരിക്കുന്ന സമയം പലപ്പോഴും നമുക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തൊക്കൊണ്ടും കഴിയാതെ കഴിഞ്ഞകാല അവസ്ഥകളെ പലപ്പോഴും നാം മറന്നു കളയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. ദൈവത്തിനൊക്കെ തൊക്കൊണ്ടും കഴിയുന്നത്
എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ജീവിതത്തിൽ കൊണ്ടുവന്ന വഴികൾ ജീവിതത്തെ മറന്നു കളയാതെ നന്ദിയുള്ളവരായി നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും വളരെ പ്രയോജനം നൽകുന്നതാകുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു ഗാനം വാത്സല്യ സിസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവയായി ക്ഷണിക്കുന്നു.
ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. വളരെ ധന്യമായിരിക്കുന്ന ഒരു ഗാനം പാടി ദൈവനാമമഹത്വത്തിനായി ദൈവത്തെ സ്തുതിപ്പാൻ പ്രിയ പൈതലിനെ ദൈവം സഹായിച്ചു ഓർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്നും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കാവുന്നതാണ്. കർത്താവിന് വേണ്ടി വളരെയേറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹിക്കുന്നതായിരിക്കുന്ന ദൈവദാസനാണ് ഈട്ടിക്കൽ കുഞ്ഞുമോൻ എന്ന് പറയുന്ന സുവിശേഷകൻ, കർത്താവിൻ്റെ ദാസൻ. മനോഹരമായിരിക്കുന്ന ഒരു ഗാനം തൻ്റെ ദാസനിൽ കൂടെ നമുക്ക് ശ്രവിക്കാവുന്നതാണ്. മകൾ പ്രേമം മകൾ പ്രേമം എന്ന് തുടങ്ങുന്നതാകുന്ന അതിമനോഹരമായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമാകുന്ന ഗാനം. മകൾ പ്രേമം മകൾ പ്രേമം, പരലോക പിതാവ് തൻ മകനെ നമുക്ക് വേണ്ടി തന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ വർണ്ണിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ഗാനമാണ്. തൻ്റെ ദാസനിൽ നമുക്ക് കേൾക്കാം. ദൈവം നമ്മെ സഹായിക്കും. പ്രേമം പരലോകപിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ പ്രേമം പരലോകപിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ പ്രേമം പരലോകപിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. സ്ഥാപനത്തിൻ മുൻപുളവായോരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ സ്ഥാപനത്തിൻ മുൻപുളവായോരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ തിരഞ്ഞെടുത്തവൻ നമ്മെ
നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ മകൾ പ്രേമം മകൾ പ്രേമം പരലോക പിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലൻ നിണം ചിന്തി നരരെ മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലൻ നിണം ചിന്തി നരരെ മനുവേലൻ നിണം ചിന്തി മനുവേലൻ നിണം ചിന്തി മനുവേലൻ നിണം ചിന്തി നരരെ മകൾ പ്രേമം മകൾ പ്രേമം പരലോക പിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മരണത്താൽ മറയാത്ത മകൾ സ്നേഹം പ്രഭയാൽ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹം പ്രഭയാൽ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. പിരിയാ ബന്ധമാണിതു പിരിയാ ബന്ധമാണിതു പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. മകൾ പ്രേമം മകൾ പ്രേമം പരലോക പിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ പ്രേമം മകൾ പ്രേമം പരലോക പിതാ
തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായിരിക്കുന്ന ഗാനം പാടി ദൈവത്തെ സ്തുതിപ്പാനും അത് നമുക്ക് കേൾക്കുവാൻ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും നമുക്ക് ഗാനങ്ങൾ ശ്രമിക്കാവുന്നതാണല്ലോ. അതിമനോഹരമായിരിക്കുന്ന ഗാനം വീണ്ടും അഭിയായ രാജ് നമുക്ക് വേണ്ടി പാടുന്നതാണ്. ഇരുത്തിയാണ് ജീവിതം എന്ന് തുടങ്ങുന്നതാകുന്ന ഒരു ഗാനമാണ് നമുക്ക് കേൾക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയവനായിരിക്കുന്ന ദൈവം ഹോരോവിൽ മോശയ്ക്ക് പ്രത്യക്ഷമായി തീയുടെ നടുവിൽ വെളിപ്പെട്ടതായിരിക്കുന്ന വലിയവനാകുന്ന കർത്താവ് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ യാത്രയിൽ നമ്മെ ചൂടേറിയതാകുന്ന ജീവിത യാത്രയിൽ കൂടെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നമ്മെ വേദനിപ്പിക്കുകയും ഞെരുക്കുകയും ചെയ്യുമ്പോൾ അവയുടെ നടുവിൽ ദൈവകോപാഗ്നിയിൽ വെന്തിരിഞ്ഞ സർവശക്തനാകുന്ന കർത്താവ് നമുക്ക് തുണയായി, താങ്ങായി, സഹായമായി, ആശ്വാസമായി നമ്മെ ധൈര്യപ്പെടുത്തുന്ന വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എരിതീയാണ് ജീവിതം എന്ന് തുടങ്ങുന്ന അതിമനോഹരമാകുന്ന ഗാനം പ്രിയ സിസ്റ്റർ പാടുന്നു.
എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഗാനം നമുക്ക് കേൾക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ വേദനയുടെയും ശോധനയുടെയും നടുവിൽ നമ്മെ കൈവിടാതെ നമ്മോട് ചേർന്നിരുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ബലിവനാകുന്ന കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നന്നായി ഗാനം ആലപിപ്പാൻ പ്രിയ പൈതലിനെ ദൈവം സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്നും നമുക്ക് ഗാനം ശ്രവിക്കാവുന്നതാണ്. കർത്താവിൻ്റെ വിലേറിയദാസൻ ഇവാഞ്ചലിസ്റ്റ് ഇട്ടിക്കൽ കുഞ്ഞുമോൻ നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുന്നു. കരുണാരസരാസെ കർത്താവെ കരളലിയണം പ്രഭു എന്ന് ആരംഭിക്കുന്നതാകുന്ന അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഗാനം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൽ കരുണ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ജീവിതത്തിൽ അലയുന്ന, ജീവിതത്തിൽ സ്വസ്ഥതയും ആശ്വാസമില്ലാത്തവരായി പാപത്തിൻ്റെ പിന്നാലെ വഴുതിപ്പോകുന്നതാകുന്ന ഒരു പറ്റം ജനത്തെ എവിടെയും നമുക്ക് കാണുവാൻ തൊക്കണം കഴിയുന്നുണ്ട്. അവർ ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തവരായി, ആശ്വാസമില്ലാത്തവരായി, സമാധാനമില്ലാത്തവരായി, സന്തോഷമില്ലാത്തവരായി അലയുമ്പോൾ വലുവനാകുന്ന കർത്താവിൻ്റെ മഹാസ്നേഹം കരുണ രസരാസെ കർത്താവെ കരളറിയണം പ്രഭു, യേശു മകേശ ശാശ്വതനാഥ ആശിക്ഷമാരി നൽകണം ദേവ എന്നുള്ളതാകുന്ന ധന്യമായിരിക്കുന്ന ഗാനം കർത്താവിൻ്റെ ദാസനിൽ നിന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. ദൈവം തൻ്റെ ദാസനെ സഹായിക്കട്ടെ. കരുണാരസരാശേ കർത്താവേ കരളലിയണം പ്രഭു, യേശു മകേശ ശാശ്വതനാഥ ആശിക്ഷമാരി നൽകണം ദേവ, യേശു മകേശ ശാശ്വതനാഥ ആശിക്ഷമാരി നൽകണം ദേവ, കരുണാരസരാശേ കർത്താവേ കരളലിയണം പ്രഭു. തിരുമൊഴിയാലിതകഥകിലം നീ രചിച്ച ദേവ പരമേശ, തിരുമൊഴിയാലിതകഥകിലം നീ രചിച്ച ദേവ പരമേശ, തിരുസവിധേ സ്തുതിഗാനം പാടും അടിയങ്ങളെ നീ അനുഗ്രഹിക്കൂ. കർത്താവേ കരളലിയണം പ്രഭു, കരുണാരസരാശേ കർത്താവേ കരളലിയണം പ്രഭു.
സ്വീകരിപ്പാൻ. ആയിരമായിരം പാപികൾ മനമിൽ ഒരുക്കണമേ അങ്ങേ സ്വീകരിപ്പാൻ. കരുണാരസരാശേ കർത്താവേ കരളലിയേണം പ്രഭോ. കരുണാരസരാശേ കർത്താവേ കരളലിയേണം പ്രഭോ. യേശു മഹേശ ശാശ്വതനാഥ ആശിക്ഷ മാറി നൽകേണം ദേവ. യേശു മഹേശ ശാശ്വതനാഥ ആശിക്ഷ മാറി നൽകേണം ദേവ. കരുണാരസരാശേ കർത്താവേ കരളലിയേണം പ്രഭോ. കരുണാരസരാശേ കർത്താവേ കരളലിയേണം പ്രഭോ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. വളരെ ധന്യമായിരിക്കുന്ന ഒരു ഗാനം ദൈവനാമ മഹത്വത്തിനായി കർത്താവിൻ്റെ ദാസനിൽ നമുക്ക് കേൾക്കുവാനും ദൈവകൃപ അനുഭവിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് അനുവദിച്ച് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തൻ്റെ ദാസനെ ദൈവം ധാരാളമായി തുടർന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. തുടർന്നും നമുക്ക് ഗാനങ്ങൾ ശ്രമിക്കാവുന്നതാണല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു ഗാനം അബിയ എസ് രാജ് പോയോർ നമുക്ക് വേണ്ടി ആലപിക്കുന്നതായിരിക്കും. എനിക്ക് ഒത്താശ വരും പർവ്വതം എന്ന് തുടങ്ങുന്നതാകുന്ന ധന്യമായിരിക്കുന്ന ഗാനം. ദൈവം എൻ്റെ നമുക്ക് പ്രകാരം കാണുന്ന ഗുണം കഴിയുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവന് മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നമ്മെ പരിപാലിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോക മനുഷ്യർ ഭൗതികമായിരിക്കുന്ന കാര്യാദികളിൽ ആശ്രയിക്കുകയും തങ്ങളുടേതാകുന്ന സ്നേഹിതർ, തങ്ങളുടെ അധ്യാപകർ, തങ്ങളുടേതാകുന്ന പ്രിയപ്പെട്ടവരെ, ഉറ്റവരെ തങ്ങളുടേതാകുന്ന കാര്യസാധ്യത്തിനായി ആശ്രയിക്കുമ്പോൾ പലരും നമ്മെ കണ്ടില്ല, ഓർക്കാതെ, നമ്മെ ശ്രദ്ധിക്കാതെ മാറിപ്പോകുമ്പോൾ നമ്മോട് ചേർന്ന് വന്ന് നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ കാര്യങ്ങളെ സാധ്യമാക്കി നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന വലിയവനായിരിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് ഒത്താശ വരും പർവ്വതം തുടങ്ങുന്ന ഗാനം പ്രിയ സിസ്റ്റർ പാടുന്നു.
ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായിരിക്കുന്ന ഗാനം പ്രിയ സിസ്റ്ററിൽ നമുക്ക് കേൾക്കുവാനും ദൈവകൃപ അനുഭവിപ്പാനും നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാനും ദൈവമാകുന്ന കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുകയും ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ തുടരുവാൻ ദൈവം അനുവദിക്കുന്ന ഓർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ നന്നായി ഗാനം ആലപിപ്പാൻ ഇടയായി തീർന്ന പ്രിയ സിസ്റ്ററെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ശ്രവിക്കാവുന്നതാണല്ലോ. ഡൽഹിയിൽ നിന്നും കടന്നു വന്നിട്ടുള്ള അനുഗ്രഹീത ഗായകൻ കർത്താവിന് ദാസൻ ബിനു ബാബു നമുക്ക് വേണ്ടി ഗാനം ആലപിക്കും. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായിരിക്കുന്ന ഗാനം. നമ്മുടെ ജീവിതത്തിൽ ദൈവമില്ലാതെ പാപത്തിൻ്റെ അനന്തരഫലമായിരിക്കുന്ന ശിക്ഷയും നിത്യമാകുന്ന നരകത്തിലേക്ക് എറിയപ്പെടേണ്ട സ്ഥാനത്ത് നിന്ന് വലിയവനാകുന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹം നമ്മെ താങ്ങിയെടുത്ത് ദൈവമക്കളാക്കി തീർത്ത് അവൻ്റെ സന്നിധാനത്തിലേക്ക് നമ്മെ ചേർത്തണച്ച ദൈവത്തിൻ്റെ മഹാസ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ ദയ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല. ഏതൊരു ഭക്തൻ്റെയും ജീവിതത്തിൽ ദൈവം ചെയ്താകുന്ന നന്മകൾ ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. ദിനംതോറും അതോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുവാനും സ്തുതിപ്പാനും ഇടയായിത്തീരും. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ എന്ന് തുടങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്ക് കേൾക്കാം. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സ്വാന്തനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി നാഥാ. എന്നെയും കൈക്കൊണ്ടു നീ ജീവനും സ്നേഹമായി മാറി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സ്വാന്തനം മനസ്സിൽ.
നാമത്തിൻ തവ ചൈതന്യം കൊമ്പരമാകും വൺമരുഭൂമി കാരുണ്യത്തിൻ പ്രഭയാ കരളിലുദയം നൽകി കരളിലുദയം നൽകി ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ ചേർത്തൻ്റെ ഉലയും തോണി കഥന കടലിൽ അലയുമ്പോ കരചേർത്തൻ്റെ ഉലയും തോണി കഥന കടലിൽ അലയുമ്പോ നിരുപമമാകും തെളുനീരുറവ വിളിച്ചു കണ്ണീർ മാറ്റി വിളിച്ചെന്റെ കണ്ണീർ മാറ്റി ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ദൈവത്തിന് സ്തോത്രം, ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഗാനം പ്രിയ ബിനുബാവു പ്രിയ സഹോദരി നമുക്ക് ശ്രവിപ്പാനിടയായി തീർന്നല്ലോ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ നടത്തുന്ന വഴികൾ, വിധങ്ങൾ മറന്നുപോകാതെ വലുവനാകുന്ന കർത്താവിനെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത്, അവനെ സേവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ്. ആ നിലയിൽ ദൈവമാകുന്ന കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ മകന് തുടർന്നും ധാരാളം കർത്താവിന് വേണ്ടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് ഗാനങ്ങൾ ശ്രവിക്കാവുന്നതാണല്ലോ. അബിയ എസ് രാജ് പ്രിയ സിസ്റ്റർ നമുക്ക് വേണ്ടി വീണ്ടും പാടുന്നു. പരനെ നിന്നെ കാൺമാൻ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഗാനമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് പോകുന്നത്. ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏവർക്കും വളരെ ആശയും പ്രതീക്ഷയും പ്രത്യാശയുമുള്ള ഒരു കാര്യമാണ്. സ്വർഗത്തിൽ നിന്ന് ഉന്നതനായിരിക്കുന്ന ദൈവം ഈ താണഭൂമിയിൽ മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യരൂപം സ്വീകരിച്ച് കാൽവർക്കൂശിലേക്ക് കരേറി നരകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി നമ്മെ അത്രമാത്രം സ്നേഹിച്ച നമ്മുടെ വീണ്ടെടുപ്പുകാരനും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന തന്നെ ഒന്ന് കാണുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാകുന്നൊരു കാര്യമാണ്. ഏതൊരു ദൈവഭക്തൻ്റെയും ജീവിതത്തിലെ ആശയാണ്.
ദൈവത്തെ നമ്മൾ വായിക്കുവാൻ തൊക്കെ ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്നിതുവരെ പ്രത്യക്ഷമായിട്ടില്ല. താൻ പ്രത്യക്ഷനാകുമ്പോൾ താൻ ഇരിക്കും പോലെ തന്നെ നാം അവനെ കാണുന്നതാകൊണ്ട് അവനോട് സദർശന്മാരായിത്തീരും. ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ അരുമനാഥനെ ഒന്ന് ദർശിക്കുക, കാണുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ ആവേശമാണ്, വലിയ സന്തോഷമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഗാനം പ്രിയ സിസ്റ്റർ നമുക്ക് വേണ്ടി പാടുന്നു. പരനെ നിന്നെ കാണുവാൻ അധികം കൊതിയുണ്ട് എന്നുള്ള പാട്ട്. Thank you.
ഹല്ലേലൂയ. ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്ന, നാം ആശയോട് കാത്തിരിക്കുന്ന അരുമനാഥനെ കാണുക, അവനോട് ചേർന്ന് നാം ആയിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണ്. അതാണ് നാം കാത്തിരിക്കുന്നത്. നമ്മുടെ പൂർവ്വകാല പിതാക്കന്മാരെല്ലാം ഈ വലിയ പ്രത്യാശയോടുകൂടെ ജീവിച്ച് നിത്യതയിൽ നിന്ന് വിശ്രമിക്കുന്നു. സാക്ഷിയുള്ള ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് വായിക്കുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ തക്കോണം ഇടയായിത്തീരുന്നു. ഗാനമലപിപ്പാൻ പ്രിയ കർത്താവിനദാസൻ, ഈട്ടിക്കൽ കുഞ്ഞുമോൻ സുവിശേഷകൻ, ബാബുരാജ്, അതുപോലെ തന്നെ അഭിയ, പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമാകുന്ന കർത്താവ് പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകട്ടെ. ഇതുവരെ ഇന്നും അതിമനോഹരമാകുന്ന ഗാനങ്ങൾ ശ്രവിക്കുകയായിരുന്നല്ലോ. തുടർന്ന് ദൈവവചന ചിന്തയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നതാകുന്ന സമയമാണ് എന്നുള്ളത് ദൈവത്തിന് സ്തോത്രം. ഈ യുവൻഗലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 143 ഇതിലേക്ക് കടന്നു വരുവാൻ ദൈവമാകുന്ന കർത്താവ് സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 94 ശുശ്രൂഷയിൽ എളിയവനും ഭാഗവാക്കാകുവാൻ ദൈവം അവസരം നൽകുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഈ ശുശ്രൂഷ വളരെ നന്നായി പുരോഗമിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമാകുന്ന കർത്താവ് സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അവിടെയും ഇവിടെയും ലോകത്തിൻ്റെ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന, ഈ ശുശ്രൂഷയിൽ കൂടെ അനുഗ്രഹം പ്രാപിക്കുന്ന, ഇതിന് നന്മയെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി തിരുവട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4, 5, 6 വേദഭാഗങ്ങൾ. 1 തീമോഥെയോസ് 2-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനാൽ വിരചിതമായിരിക്കുന്ന ധന്യമായിരിക്കുന്ന ലേഖനമാണ് തീമോഥെയോസിന് എഴുതിയതായിരിക്കുന്ന ലേഖനം. തൻ്റെ നിജപുത്രനായ തന്നിൽ കൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന തീമോഥെയോസിനെ എഴുതുന്നതായിരിക്കുന്ന ലേഖനമാണ്. തീമോഥെയോസിന് മാത്രമല്ല, സകല വിശുദ്ധന്മാർക്കും, ഉപദേഷ്ടാക്കന്മാർക്കും, സുവിശേഷകന്മാർക്കും, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രയോജനമായി ഭവിക്കുന്ന വളരെ ധന്യമായിരിക്കുന്ന ലേഖനമാണ് താനിവിടെ എഴുതുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. ഈ വായിച്ച വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം എന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ കാണുവാൻ തക്കോണം കഴിയുന്നത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ് നമുക്കത് ശ്രമിപ്പാൻ തക്കോണം ഇടയായിത്തീരുന്നത്. ലോകത്തിൽ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത്, എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് വാസ്തവമായി ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുവാൻ തക്കോണം കഴിയുന്നത്. അവിടെ നാം വായിക്കുന്നത്, നാം സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ലോകത്തുള്ളതാകുന്ന സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം, രക്ഷ പ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. ലോകത്തിൽ രക്ഷ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യൻ പോലുമില്ല. എല്ലാ മനുഷ്യരും വഴിതെറ്റി ദൈവസന്നിധാനത്തിൽ നിന്ന് അന്യതപ്പെട്ട് പാപവഴികൾ കൂടെ ജീവിച്ച് പാപത്തിൻ്റെ ശിക്ഷയാകുന്ന നിത്യ നരകത്തിലേക്ക് എറിയപ്പെടേണ്ട സ്ഥാനത്ത് നിന്ന് ഒരു വിടുതൽ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതെങ്ങനെ നമുക്കത് സാധ്യമായി തീരാൻ തക്കോണം ഇടയായിത്തീരും എന്നുള്ളതാകുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ അവരെത്തിച്ചേരണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയുന്നത്. അടുത്ത ഭാഗത്ത് കാണുവാൻ തക്കോണം കഴിയുന്നത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ മാത്രമാണ്. പിന്നീട് കാണുവാൻ തക്കോണം കഴിയുന്നത് സകല മനുഷ്യർക്കും വേണ്ടി തന്നെത്താൻ കൊടുക്കുവാൻ തക്കോണം, ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. നാം രക്ഷ പ്രാപിപ്പാൻ തക്കോണം, രക്ഷിക്കപ്പെടണം എന്ന് പറയുക മാത്രമല്ല,
രക്ഷിക്കപ്പെടുവാനുള്ളതായിരിക്കുന്ന എല്ലാ പദ്ധതികളും വലിയവനായിരിക്കുന്ന ദൈവം യേശുക്രിസ്തുവിൽ കൂടെ ഒരുക്കുവാൻ തക്കോണം ഇടയായിത്തീരുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. പാപിയായിരിക്കുന്ന മനുഷ്യൻ നിത്യമാകുന്ന നാശത്തിലേക്ക് കടന്നു പോകുമ്പോൾ നാം തിരുവെഴുത്തിൽ പ്രകാരം വായിപ്പാൻ തക്കോണം ഇടയായിത്തീർന്നു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. തിരുവെഴുത്തിൽ പ്രകാരം നമുക്ക് കാണുന്നതൊക്കെ കഴിയുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജയം പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കോണം സത്യത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. സത്യം എന്താണ് എന്ന് നാം അറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വിശുദ്ധ യോഹന്നായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നാണ് കാണുന്നതൊക്കെ കഴിയുന്നത്. സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനൊട്ടുള്ളതാകുന്ന വഴി കർത്താവാകുന്ന യേശുക്രിസ്തു മാത്രമാണ്. ലോകത്തുള്ളതാകുന്ന ധാരാളം വഴികളിൽ ഒന്ന് മാത്രമല്ല, സ്വർഗത്തിലെത്തുവാൻ പിതാവിൻ്റെ സന്നിധാനത്തിൽ എത്തിച്ചേരുവാനുള്ളതായിരിക്കുന്ന വഴിയാണ് കർത്താവാകുന്ന യേശുക്രിസ്തു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലെ നാം കടന്നു വരുമ്പോൾ യേശുക്രിസ്തു സത്യമാണ് എന്നും ദൈവത്തിൻ്റെ വചനം സത്യമാണ് എന്നും അത് മുഖാന്തരം നാം ശുദ്ധീകരിക്കപ്പെടുന്നു എന്നും ആ ഭാഗത്ത് നമുക്ക് കാണുന്നതൊക്കെ കഴിയുന്നു. അപ്പോൾ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ സത്യമായിരിക്കുന്ന ആ വഴിയിൽ യഥാർത്ഥമായി കണ്ടെത്തിയെങ്കിൽ മാത്രമേ, അതിനുള്ളതാകുന്ന പരിജ്ഞാനം ഉണ്ടായെങ്കിൽ മാത്രമേ ആ സത്യത്തിലേക്ക് വരുവാൻ തക്കോണം ഇടയായിത്തീരുകയുള്ളൂ. എങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിപ്പാൻ തക്കോണം ഇടയായിത്തീരുകയുള്ളൂ. നിത്യമാകുന്ന നാശത്തിൽ നിന്ന് ഉള്ളതാകുന്ന വിടുതലാണ് രക്ഷ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അന്ത്യന്യായവിധിയാകുന്ന നിത്യന്യായവിധിയിൽ നിന്ന് ഒരു വ്യക്തി ദേഹം ദേവി ആത്മാവ് പൂർണ്ണമായി വിടുവിക്കപ്പെടുന്നതാണ് രക്ഷ എന്നുള്ളത് നമുക്ക് കാണുന്നതൊക്കെ കഴിയുന്നു. കാലാകാലങ്ങളിൽ വിശ്വാസത്താൽ യേശുനാഥനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ളതാകുന്ന എല്ലാ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തവർ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ജീവിതത്തിൽ സന്തോഷമുള്ളവരായി തീരേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് കാണുന്നതൊക്കെ കഴിയുന്നത് മനുഷ്യന് ദൈവത്തോട് അടുത്തില്ലാൻ തൊക്കെ കഴിയാതെ വണ്ണം പാപം അവനെ ഗ്രസിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. പാപം അവനെ വിഴുങ്ങുവാൻ തൊക്കെ ഇടയായി തീർന്നു. അവൻ പാപത്തിൽ ആയിത്തീരുവാനും പാപത്തിൽ തുടരുവാനും ഇടയായിത്തീരുകയാണ്. പാപത്തിൽ നിന്ന് എങ്ങനെ അതിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ തൊക്കെ ഇടയായിത്തീരും. ഇരമ്യാവ് പറയുമ്പോൾ കാണുന്നതൊക്കെ കഴിയുന്നത് യഹോവയെ മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ പാതകളെ നേരെയാക്കുന്നതും ഒരിക്കലും സ്വാധീനമല്ല എന്നാണ് കാണുന്നതൊക്കെ കഴിയുന്നത്. മനുഷ്യന് സ്വയമായിട്ട് നന്നാകുവാൻ, നന്നായി ജീവിക്കുവാൻ, രക്ഷപ്പെടുവാൻ തൊക്കണം അവൻ എത്രമാത്രം പരിശ്രമിച്ചാലും പലപ്പോഴും അത് സാധ്യമായി തീരാൻ തൊക്കണം കഴിയായിത്തീരില്ല. എന്നാൽ ദൈവത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഒരുവന് രക്ഷയിലേക്ക് നടക്കുവാൻ തൊക്കണം ഇടയായിത്തീരുകയുള്ളൂ. ഇവിടെ നാം വായിക്കുന്നത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ തന്നെ, അത് കർത്താവാകുന്ന യേശുക്രിസ്തു എന്നാണ് നമുക്കവിടെ കാണുന്നതൊക്കെ കഴിയുന്നത്. അപ്പോൾ പാപിയാകുന്ന മനുഷ്യന് ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ തൊക്കെ കഴിയാതെ ഇരിക്കുമ്പോൾ ദൈവ സന്നിധാനത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു മധ്യസ്ഥനായിട്ടാണ് കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണുന്നതൊക്കെ കഴിയുന്നത്. ഇവിടെ നാം വായിക്കുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ, അത് ക്രിസ്തു യേശു തന്നെ എന്നാണ് കാണുന്നതൊക്കെ കഴിയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന മനുഷ്യനായി തീർന്ന ഒരുവന് മാത്രമേ മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കുവാനും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാനും വിഭിന്നതയിൽ കഴിയുന്നതാകുന്ന രണ്ട് വ്യക്തിവിധങ്ങളെ ഒന്നാക്കി മാറ്റുവാൻ തൊക്കണം, ഒന്നിപ്പിക്കുവാൻ തൊക്കണം സാധ്യമായി തീരുകയുള്ളൂ. എബ്രായ ലേഖനം പരിശോധിക്കുമ്പോൾ കാണുന്നതൊക്കെ കഴിയുന്നത് ജീവനുള്ള പുതുവഴിയായി എന്നാണ് അവിടെ കാണുന്നതൊക്കെ. തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്കായി ഒരു പുതിയ വഴി തുറക്കപ്പെട്ടിരിക്കുന്നു. കർത്താവാകുന്ന യേശുക്രിസ്തു പാപിയായിരിക്കുന്ന മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യൻ അനവധി കർമ്മങ്ങൾ, ആചാരങ്ങൾ, പ്രവൃത്തികൾ, തീർത്ഥാടനങ്ങൾ, ജീവിതത്തിൽ പലവിധമാകുന്ന കാര്യങ്ങൾ തുടരുകയും ചെയ്യാൻ തൊക്കെ ഇടയായി തീർന്നു. ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ യാതൊരു ആശയമില്ലാതെ, സന്തോഷമില്ലാതെ, പരാജയത്തിൻ്റെ പടുകുഴിയിൽ അകപ്പെട്ടതാകുന്ന സ്ഥാനത്ത് മനുഷ്യൻ്റെ പ്രകൃതി അറിയുന്നതാകുന്ന ദൈവം, മനുഷ്യൻ പൊടിയൊന്ന് ഓർക്കുന്നതാകുന്ന ദൈവം നമ്മോട് സഹതാപം തോന്നി സ്വർഗം വിട്ട് മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു. അവൻ ഈ ഭൂമിയിൽ വരിക മാത്രമല്ല, നമ്മുടെ പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കാലുറക്കൂശിൽ യാഗമായി തീരാൻ തൊക്കെ ഇടയായി തീർന്നു. പിതാവാകുന്ന ദൈവത്തിന് നമ്മെ തന്നെ നാം രക്ഷയിലേക്ക് നടത്തപ്പെടുവാൻ തൊക്കണം നമുക്ക് വേണ്ടി മധ്യസ്ഥനായി അവൻ പാപം ആക്കപ്പെടുകയും പാപിയെപ്പോലെ
ഇരു കള്ളന്മാരുടെ നടുവിൽ ഒരു ദുഷ്പ്രവൃത്തിക്കാരെ പോലെ ക്രൂശിതനായി തീരുവാൻ തീർന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുന്നതിന് വേണ്ടിയാണ്. അവൻ മരിക്കുക മാത്രമല്ല, പിന്നെയോ അവൻ മരണത്തെ ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, നിത്യനായിരിക്കുന്ന, സനാതനനായിരിക്കുന്ന ദൈവത്തെയാണ് നമുക്കിവിടെ കാണുന്നത് കൊണ്ട് കഴിയുന്നത്. അങ്ങനെ കർത്താവ് പാപിക്ക് വേണ്ടുന്നതായിരിക്കുന്ന രക്ഷ താൻ തന്നെ ഒരുക്കുവന്ന കൊണ്ടിടയായിത്തീർന്നു. മറ്റു മനുഷ്യർക്ക് അത് സാധ്യമായി തീരാതിരുന്നപ്പോൾ ന്യായപ്രമാണം ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ തൊക്കൊണ്ടിടയായി തീർന്നു. മനസ്സാക്ഷി യുഗങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ തൊക്കൊണ്ടിടയായി തീർന്നു. വാക്തത്വ യുഗങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ തൊക്കൊണ്ടിടയായി തീർന്നു. അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ പിന്നിട്ട് വരുമ്പോൾ എബ്രായ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണുന്നതൊക്കെ കഴിയുന്നത്. ഈ അന്ത്യകാലത്തിൽ കർത്താവാകുന്ന യേശുക്രിസ്തു തന്നെ നരകുലത്തിൻ്റെ പാപം താൻ ഏറ്റെടുത്ത് നമുക്ക് പകരക്കാരനായി കാലുക്രൂശിയാഗമായി തീർന്ന് നമുക്ക് രക്ഷ ഒരുക്കുവാൻ തൊക്കൊണ്ടിടയായി തീർന്നു. ഇനി പാവിയായിരിക്കുന്ന മനുഷ്യൻ ആദാമ്യ പാപത്തിൻ്റെ കുറ്റത്താൽ അവനൊരിക്കലും ശിക്ഷിക്കപ്പെടുവാൻ തൊക്കൊണ്ടിടയായി തീരുകയില്ല. ആ ശിക്ഷ കർത്താവ് തൻ്റെ ശരീരത്തിൽ താൻ ഏറ്റെടുക്കുവാൻ തൊക്കോണം ഇടയായി തീർന്നു. ഇനി എന്തുകൊണ്ടാണ് മനുഷ്യൻ ശിക്ഷിക്കപ്പെടുവാൻ തൊക്കൊണ്ട് ഇടയായി തീർന്നത്? വെളിച്ചം ലോകത്തിലേക്ക് വന്നെങ്കിലും ലോകരക്ഷിതാവാകുന്ന കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് മനസ്സോടെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും അവനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തെ തുടരുകയും ചെയ്യുന്ന മുഖാന്തരം അന്ത്യമായി മനുഷ്യന് ന്യായവിധി ഉണ്ടാകുവാൻ പോവുകയാണ്. എന്നാൽ ആ അന്ത്യ ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ നാം സ്വീകരിച്ച് ജീവിതത്തിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് നാം കടന്നു വരുന്നുവെങ്കിൽ നാം എത്രയോ ധന്യരായി തീരുവാൻ കോണം ഇടയായിത്തീരും. ഇവിടെ നമുക്ക് കാണുന്ന കോണം കഴിയുന്നത് മനുഷ്യൻ എന്നുള്ളതാകുന്ന നിലയിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കോണം കഴിയുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ, ബുദ്ധിയോട് ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുവാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. ആ മനുഷ്യനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ വ്യർത്ഥരായി ജീവിക്കുന്നതാകുന്ന മനുഷ്യരെ കാണുന്ന കൊണ്ടും കഴിയുന്നുണ്ട്. പ്രാകൃതരായിരിക്കുന്ന മനുഷ്യരായി ജീവിക്കുന്നവരെ നമുക്ക് കാണുന്ന കൊണ്ടും കഴിയുന്നുണ്ട്. ജഡീകരായി ജീവിക്കുന്നതാകുന്ന മനുഷ്യരെ നമുക്ക് കാണുന്ന കൊണ്ടും കഴിയുന്നുണ്ട്. സങ്കീർത്തന പ്രകാരം നാം വായിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ എന്നാണ് കാണുന്ന കൊണ്ടും കഴിയുന്നത്. ലോകത്തിലെവിടെയും നാം കാണുന്നതാകുന്ന സംഭവങ്ങൾ, നാം പേപ്പർ ദ്വാര വായിക്കുന്നതാകുന്ന സംഭവങ്ങൾ, നാം കാണുന്നതായിരിക്കുന്നതാകുന്ന കാര്യാദികൾ എത്രയോ ലജ്ജാകരമായിരിക്കുന്ന, പറയാൻ അറപ്പും വെറുപ്പുമായിട്ടുള്ളതാകുന്ന കാര്യങ്ങളാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്ന കൊണ്ടും കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിപ്പാൻ തൊക്കൊണ്ടിടയായിത്തീർന്നത്? പാപം മനുഷ്യനെ വിഴുങ്ങുവാൻ തൊക്കൊണ്ടിടയായിത്തീർന്നു. മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടു പോകാൻ തൊക്കൊണ്ടിടയായിത്തീർന്നു. അതിന് രക്ഷ നേടുവാൻ തൊക്കണം. മനുഷ്യൻ പരിശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം പകരുന്നതാണ്. നമ്മെ ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ തൊക്കണം. ഈ കർത്താവിൻ്റെ വചനത്തിന് സാധ്യമായി തീരുവാൻ തൊക്കണം ഇടയായിത്തീരും. ദൈവവചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും നിലനിൽക്കുന്നതായ വചനമാണ് എന്ന് ദൈവവചനത്തിൽ കൂടെ നമുക്ക് കാണുന്ന കൊണ്ടും കഴിയുന്നു. ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉളവാക്കി സന്തോഷം ഉണ്ടാകുവാൻ തൊക്കൊണ്ട് ഇടയായി തീരുമാറാകട്ടെ. ഇവിടെ നാം വായിക്കുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ തന്നെ, അത് കർത്താവാകുന്ന യേശുക്രിസ്തു തന്നെ എന്ന് ആ ഭാഗത്തെടുത്ത് പറയുന്നതായിട്ട് കാണുന്ന കൊണ്ടും കഴിയുന്നു. അനേകർക്ക് വേണ്ടി തന്നെത്താൻ അവൻ മറുവിലയായി തന്നെ അർപ്പിക്കുവാൻ കൊണ്ടിടയായി തീർന്നു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ മറുവിലയായി അർപ്പിക്കുവാൻ കൊണ്ടിടയായി തീർന്നത്? ഏദൻ തോട്ടത്തിൽ യഹോവയാകുന്ന ദൈവം ദൈവത്തോടുകൂടെ സന്തോഷിക്കുവാൻ, കൂട്ടായ്മ അനുഭവിപ്പാൻ, സന്തോഷിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ടതാകുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെതാകുന്ന കൽപ്പന ലംഘിക്കുവാൻ തൊക്കണം ഇടയായി തീരുവാൻ തൊക്കണം ഇടയായി തീർന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന തൊക്കണം കഴിയുന്നത്, അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് ജീവിച്ച് യശയാപ്രവചനം വായിക്കുന്നത് കാണുന്ന കൊണ്ടും കഴിയുന്നത്, നാം എല്ലാവരും വഴി തെറ്റി ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നമ്മുടെ ഓരോരുത്തരെ അകർത്യം അവൻ്റെ മേൽ അവൻ ചുമത്തുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ പാപിക്ക് പാപത്തിൽ നിന്നുള്ളതാകുന്ന മോചനം കർത്താവാകുന്ന യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാലൂർ കുശിൽ ഒരുക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ഈ രക്ഷാനാഥനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവും ദൈവവുമായി നാം സ്വീകരിക്കുന്നുവെങ്കിൽ
നാം ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് നമുക്കിവിടെ കൊണ്ട് കഴിയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ നിന്നെല്ലാം പഴയ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാടെ ഉപേക്ഷിച്ച് ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്താകുന്ന ആശയും സമാധാനവും സന്തോഷവും പ്രത്യാശയും നമുക്ക് കണ്ടെത്തുവാൻ തക്കോണം ഇടയായിത്തീരും. അതുമാത്രമല്ല, മരണാനന്തരവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിപ്പാൻ തക്കോണം വകയുണ്ട്. നാം മരിച്ച് കർത്താവിനോടുകൂടെ നമുക്കായിരിക്കുവാൻ തക്കോണം ഇടയായിത്തീരും. അതല്ല, നമ്മുടെ കർത്താവ് വരുന്നെങ്കിൽ നാം രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ ആയിരിക്കും. അത് ഏറ്റവും അത്യുത്തമമായിരിക്കുന്നതാകുന്ന കാര്യമാണ്. അത് വളരെ സന്തോഷകരമായിരിക്കുന്നതാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആദ്യകാല ഭക്തന്മാരെല്ലാം ഈ നിലയിൽ വിശ്വാസത്തോടുകൂടെ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളൊന്നും ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ദൈവരാജ്യത്തിലേക്ക് ചേർക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. താമസിന നാം അവരെ ഒരുമിച്ച് കാണുവാൻ തക്കോണം ഇടയായിത്തീരും. നമ്മുടെ കർത്താവ് വരുവാൻ കാലം ഏറ്റവും ആസന്നമായിരിക്കുന്നു. നാം ഇവിടെ പാടുവാൻ തക്കോണം ഇടയായിത്തീർന്നു. നാഥാ, നിന്നെ കാണുവാൻ എനിക്ക് അധികം കൊതിയുണ്ട്, അധികം ആശയുണ്ട്. ദൈവങ്ങളുടെ പ്രത്യാശ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമ്മുടെ കർത്താവ് താമസിന കടന്നു വരും. നമുക്ക് വേണ്ടി സ്വർഗം വിട്ട് സകല പ്രതാപങ്ങളും മഹിമകളും ഉപേക്ഷിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി കാൽവരി ക്രൂശിലോളം പിതാവാകുന്ന ദൈവത്തിന് അനുസരണമുള്ളവനായി തീർന്ന് കഷ്ടമനുഭവിച്ച് മരണമനുഭവിച്ച കർത്താവ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് വാക്കുകൾ ആയതുകൊണ്ട് നാം ഉണർന്ന സഹായിക്കുമാറാകട്ടെ. ഇവിടെ നമുക്ക് കാണുന്ന കഴിയുന്നത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. എന്താണ് എൻ്റെ ആഗ്രഹം? എല്ലാവരും രക്ഷ പ്രാപിക്കണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തിച്ചേരണം. അതിന് സ്വർഗം വിട്ട് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി കർത്താവാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ തൊക്കൊണ്ടിടയായി തീർന്നു. അതുമാത്രമല്ല, നമുക്ക് വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി അവൻ്റെ അവകാശമാക്കി മാറ്റുവാൻ തൊക്കൊണ്ടിടയായി തീർന്നു. ഇനി താങ്കൾക്കുള്ളവരല്ല, നാം കർത്താവിനുള്ളവരാണ്. കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിനെ സേവിച്ച് കർത്താവിനെ ആരാധിച്ച് ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാൻ തൊക്കണം ദൈവമാകുന്ന കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അവൻ്റെ കേൾക്കപ്പെട്ടതാകുന്ന ആത്മീയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആത്മീയ പ്രചോദനം നൽകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ രാത്രിയിൽ മനോഹരമായ ഗാനങ്ങളിലൂടെ കർത്താവിനെ ഓർക്കുവാൻ നമുക്ക് ഇടയായിത്തീർന്നു. നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഗാനങ്ങൾ ആലോചിക്കുവാൻ, കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ പകരുവാനും ദൈവകൃപ മനസ്സിലാക്കുവാനും ഇടയായി തീർന്നോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിച്ച അബിയാമോൾ ഓയൂർ അവറുകൾ, ബിനു ബാബു ഡൽഹി അവറുകൾ ഇന്നോട് നന്ദി കർത്താവിനെ നാമത്തിൽ അറിയിക്കുന്നു. ഒപ്പം ലഘു സന്ദേശം അറിയിച്ച കർത്തദാസൻ ജെയിംസ് ജെ അവറുകൾ, ഗാനങ്ങൾക്ക് പശ്ചാത്തലം ഒരുക്കിയതായ സുനിൽ കൊട്ടാരക്കര, ക്യാമറ ഓപ്പറേറ്റ് ചെയ്തതായ അജൂബ്, നമ്മുടെ സഹായികളായി തീർന്ന മെനറ്റ് ജോൺ, എമി മാമോൾ എന്നിവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശങ്ങളും ഗാനങ്ങളും ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുകയാണ്. ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരു നിമിഷം ദൈവമുമ്പാകെ സമർപ്പിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. ഇന്ന് കേട്ട ഗാനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ മഹാസ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ മഹാകൃപയെക്കുറിച്ചും ഈ ഗാനങ്ങളോട് കേൾക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നമ്മെ നടത്തിയ വഴികൾ എന്താണെന്ന് ഓർക്കുവാനായിട്ട് ഈ ഗാനങ്ങൾ ഇടയായിത്തീർന്നു. നമ്മൾ കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനിലേക്ക് കണ്ണുകളെ ഉയർത്തി അവനിൽ നിന്ന് സഹായം പ്രാപിച്ചുകൊണ്ട് അവനെ മാത്രം നോക്കി പാർത്ത് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണെന്ന് കേൾക്കുകയുണ്ടായി. അതിനെ കൽവിയായി നമ്മുടെ കർത്താവിനെ കാണുവാനുള്ള വലിയ ആഗ്രഹം നാം ഗാനങ്ങളിലൂടെ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ രാത്രിയിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ ഒരു മൊബൈലിന്റെ സഹായത്താലാണ് ഈ ശുശ്രൂഷ കാണുന്നത് നിങ്ങൾക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോടുകൂടെ ഉണ്ട്. ഇവിടെയും എവിടെയും ദൈവത്തിന്റെ ആത്മാവ് ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഒരു നിമിഷം നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ ഹൃദയങ്ങളെ ദൈവമുമ്പാകെ സമർപ്പിച്ച് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഹൃദയത്തെ ദൈവമുമ്പാകെ പകർന്നാട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ സ്ഥിതിയിലും നിങ്ങളെ താങ്ങുന്ന ഒരു മഹാകരമാണ് നമ്മുടെ കർത്താവിൻ്റെ കരം. കരുണയുടെ കരമാണ് ആ കരം. ബലമാക്കുന്ന കരമാണ്, നമ്മെ ഉയർത്തുന്ന കരമാണ്, അനുഗ്രഹിക്കുന്ന കരമാണ്. ആ കരത്തിൽ നമുക്ക് ആശ്രയിക്കാം. സൗഖ്യം തരുവാനും സമാധാനം തരുവാനും ശക്തി പകരുവാനും നമ്മെ നേരെ നിർത്തുവാനും നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനും കഴിയുന്ന നമ്മുടെ കർത്താവിൻ്റെ നല്ല വഴികളെ ഓർത്ത് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. രോഗികളായ പലരും ഇന്ന് ഞങ്ങളെ കേട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ജിജോ എന്ന് പറയുന്ന 30 വയസ്സുകാരൻ സഹോദരന് വേണ്ടി രാത്രി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തൻ്റെ തലയുടെ 2 സൈഡും തലയോട്ടി ഇളക്കി ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. അനേകരുടെ പ്രാർത്ഥന ഫലമായി പിന്നീട് നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പൂർണ്ണ സൗഖ്യം ദൈവം നൽകണം. ആ സഹോദരന് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരുക്കുന്ന ഇരിപ്പിൽ നിങ്ങളായി എടുത്തിരുന്നുകൊണ്ട് ആ സഹോദരന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് വിടിവെപ്പാൻ കഴിയും. ശക്തമാക്കുന്ന അവൻ്റെ വലിയ കാര്യം ഈ രാത്രിയിൽ പ്രവർത്തിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ സമാധാനമില്ലാതെ ഭാരപ്പെട്ട് കഴിയുന്നവരായിരിക്കാം. ആത്മഹത്യ മാത്രം മുന്നിൽ കണ്ടു ജീവിക്കുന്നവരായിരിക്കാം. എന്നാൽ അതിനെല്ലാം ഉപരിയായി നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ ഈ രാത്രിയിൽ നമുക്ക് പ്രാപിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയുടെ യാമത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളിവിടുത്തെ പാദത്തിൽ കടന്നു വരുന്നു. ഞങ്ങളെ സഹായിക്കുന്ന ഒരു കരമുള്ളതിനായി സ്തോത്രം. ഞങ്ങളെ ശക്തീകരിക്കുന്ന ഒരു കരമുള്ളതിനായി സ്തോത്രം. സമാധാനം നൽകുന്ന ബലമുള്ള ഭുജമുള്ളതിനായി സ്തോത്രം. സൗഖ്യം തരുന്ന അത്ഭുതമായ കരമുള്ളതിനായി സ്തോത്രം. ആ കരുത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, ഞങ്ങളോർത്ത പോലെ ജിജോ എന്ന് പറയുന്നതായ ആ സഹോദരന് വേണ്ടി, യുവാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ അത്ഭുതമായ വിടുതൽ ഈ രാത്രിയിൽ അവന് മേൽ അയക്കണമേ. എത്രയും വേഗത്തിൽ സൗഖ്യം പ്രാപിച്ച് അവൻ കർത്താവ് ആശുപത്രി വേണ്ടി പുറത്തു വരുവാൻ നിൽക്കണം. ഇടയാക്കമാറാണെന്ന് നിശേഷം പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ്, മറ്റു പലരും രോഗികളായി കഴിയുന്നവരുണ്ട്, ഐസിയുയിൽ കഴിയുന്നവരുണ്ട്, അതുപോലെ കഠിനമായ പ്രയാസത്തിലും ദുഃഖത്തിലും കഴിയുന്നവരുണ്ട്. അവർക്കായി പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ കരം, വലിയ കരം ഈ രാത്രിയിൽ അവരുടെ മേൽ വ്യാപരിച്ച് അവരെ സൗഖ്യമാക്കുകയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. എളിയവരെയും കർത്താവ് സഹായത്തിനായി സ്തോത്രം. ശുശ്രൂഷയെ മാനിച്ചതിനായി സ്തോത്രം. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുന്നതിനായി സ്തോത്രം. അവിടുത്തെ മുമ്പാകെ അടികളെ താഴ്ത്തി സമർപ്പിക്കുന്നു. സകല മഹത്വവും മാനവും അങ്ങയുടെ ഭാഗത്തിൽ സമർപ്പിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സ്വകാസവും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകമെമ്പാടും കർത്താവിനായി കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും
ഇന്നും ഇതേക്കും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.